പാലക്കാട് കൂടി ബി.ജെ.പി. പിടിച്ചാൽ കേരളത്തിൽ കളി കാര്യമാകും. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കപ്പെടാം. പാലക്കാട് മണ്ഡലം പിടിക്കുകയാണ് ഇനി ബി.ജെ.പിയുടെ ഒരേയൊരു ലക്ഷ്യം. അതിനായി അവർ പണി തുടങ്ങിക്കഴിഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം സുരേഷ് ഗോപി പിടിച്ചതിന് പിന്നാലെ പാലക്കാട് നിയമസഭാ മണ്ഡലം കൂടി കിട്ടിയാൽ അത് കലക്കും. വെറുതെയല്ല ബി.ജെ.പിയുടെ പ്രതീക്ഷ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഇ ശ്രീധരൻ പരാജയപ്പെട്ടത് നേരിയ മാർജിനാണ്. മെട്രോമാൻ 35.34% വോട്ട് നേടിയിരുന്നു. മത്സരത്തിൽ വിജയിച്ച കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ 38.06% വോട്ടാണ് പിടിച്ചത്. LDFിലെ CP പ്രമോദ് മൂന്നാം സ്ഥാനത്തായി 25.64% വോട്ടും നേടി. അന്ന് രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഇ ശ്രീധരൻ ഇക്കുറി ഒന്നാം സ്ഥാനത്തിന് വേണ്ടി രംഗത്തിറങ്ങുമോ എന്നതാണ് ആകാംക്ഷ. ബി.ജെ.പി. അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞു. ഇനി മത്സരത്തിനില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാൽ സമ്മതം മൂളിയേക്കാം. എന്നാൽ പ്രായം അദ്ദേഹത്തെ മത്സര രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുമോ എന്നേ ഇനി കാണേണ്ടതുള്ളൂ. അഥവാ പ്രായം വകവയ്ക്കാതെ ഇക്കുറിയും ശ്രീധരൻ ഇറങ്ങിയാൽ വല്ലതുമൊക്കെ നടക്കും. കോൺഗ്രസ് വിയർത്തു കുളിക്കും. ഇനി ഇ ശ്രീധരൻ വന്നില്ലെങ്കിലോ മറ്റൊരു അടിപൊളി സ്ഥാനാർത്ഥിയെ അവർ ഇറക്കും. സാക്ഷാൽ ശോഭാ സുരേന്ദ്രനെ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അന്യായ മത്സരം കാഴ്ചവെച്ച ശോഭ പാലക്കാട് തീപ്പൊരിയാക്കും. ശോഭയ്ക്ക് പാലക്കാട് മണ്ഡലം പുത്തരിയല്ല. 2016 ശോഭ ഇവിടെ മത്സരിച്ചിരുന്നു. അന്ന് നേടിയത് 20.8% വോട്ടാണ്. പക്ഷേ പാലക്കാട് പഴയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാത്തത് ശോഭയ്ക്ക് നെഗറ്റീവാണ്. എന്തായാലും വർദ്ധിത വീരത്തിൽ തന്നെയാണ് ബി.ജെ.പി. തൃശ്ശൂരിലെ വിജയം അവരെ ലഹരിയിലാക്കിയിട്ടുണ്ട്. കേരളമൊട്ടാകെ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ചൂടിന് നിയമസഭ കൂടി കൈവശപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ഉള്ളത്. പോരാഞ്ഞ് പാലക്കാട് നഗരസഭാ ഭരണം 2015 മുതൽ ബി.ജെ.പിയുടെ കൈകളിലാണ്. കോൺഗ്രസിനും വിട്ടുകൊടുക്കാനാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം കെട്ടടങ്ങും മുൻപ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വിട്ടുകൊടുക്കാനാകില്ല. സ്വന്തം സീറ്റാണ്. മുൻ MLA കൂടിയായ VT ബൽറാമിനെ പോരിനിറക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടവും സോഷ്യൽ മീഡിയ തലവനായ ഡോക്ടർ സരിനും DCC പ്രസിഡന്റ് തങ്കപ്പനും പോലും പരിഗണനയിലുണ്ട്. ഇനി CPM ആരിറക്കുമോ എന്തോ. മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാർ വരെയുണ്ടത്രേ CPMന്റെ പരിഗണനയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിരിക്കെ പാലക്കാട് മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകും. വീണ്ടും ഒരു മൂന്നാം സ്ഥാനം LDFന് ആലോചിക്കാൻ പോലും വയ്യ. പക്ഷേ കെ രാധാകൃഷ്ണൻ MP ആയതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ആലത്തൂരിൽ മത്സരം നടക്കുന്നത്. ആ ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് വലിയ വോട്ട് ലഭിച്ചു എന്നത് കോൺഗ്രസിന് ആശ്വാസം തന്നെയാണ്. ലോക്സഭയിൽ തോറ്റു തുന്നം പാടിയ CPMന് ഉപതെരഞ്ഞെടുപ്പ് മുഖം മിനുക്കാനുള്ള അവസരവുമാണ്. എന്നാൽ ഏത് മണ്ഡലം പിടിച്ച് മുഖം മിനുക്കുമെന്നുള്ള ആശങ്ക CPMനുണ്ട്. വയനാട് പ്രിയങ്ക കൈവശപ്പെടുത്തി കഴിഞ്ഞു. പിന്നെയുള്ളത് പാലക്കാടും ചേലക്കരയുമാണ്. പാലക്കാട് ബി.ജെ.പി. ഇപ്പോഴേ പണി തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസും ചെറിയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രിയങ്ക തരംഗവും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പാലക്കാട് കോൺഗ്രസ് അങ്ങ് കൊണ്ടുപോകും. CPMനെ സംബന്ധിച്ച് ഈ പ്രതികൂല സാഹചര്യത്തെ മുഴുവൻ മാറ്റാൻ ത്രാണിയുള്ള ഒരു നേതാവിനെയും ആവശ്യമുണ്ട്. ആരെ ഇറക്കും? ധർമ്മസങ്കടത്തിലാണ് CPM ഉള്ളത്. എന്തായാലും ഒന്നുറപ്പാണ്, ഉപതെരഞ്ഞെടുപ്പിന് വീര്യം കൂടും. പക്ഷേ മത്സരത്തിലെ വീര്യം ആര് നിലനിർത്തുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.